കേരളത്തിലെ ഫേമസ് ആയ പല ഹോട്ടലുകളിലേക്കുള്ള ചോറിനും പായസത്തിനും ആവശ്യമായ അരികളെല്ലാം ഈ റൈസ് മ്യൂസിയത്തിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലേക്കുള്ള പടച്ചോറിനും പായസത്തിനും ആവശ്യമായ അരികളും ഈ റൈസ് മ്യൂസിയത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ബേക്കറി ഐറ്റംസുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ ഒരുപാട് ഈ റൈസ് മ്യൂസിയത്തിൽ നിന്ന് പോകുന്നുണ്ട്. കർക്കിടക കഞ്ഞിക്ക് ആവശ്യമായ ധാന്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഒരുപാട് മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ റൈസ് മ്യൂസിയം എന്ന് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ പലരും ആദ്യമായിട്ടായിരിക്കും. എന്നാൽ നമ്മൾ അത്തരത്തിലൊരു റൈസ് മ്യൂസിയം പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ വയനാട്ടിൽ ബത്തേരിയിൽ. വയനാടിന്റെ യഥാർത്ഥ പേര് വയൽനാടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പൊ ആ വയൽനാട്ടിൽ തന്നെ വേണ്ട ഈ റൈസ് മ്യൂസിയം. ഈ റൈസ് മ്യൂസിയം കണ്ടില്ലേ, നമ്മുടെ മോഡൽ കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ, RGCB എന്നാണ്, രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു റൈസ് മ്യൂസിയം നമ്മുടെ ബത്തേരിയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം 360 പരം നെൽവിത്തുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. എന്താ ഭംഗി നോക്ക്. അപ്പൊ ഈ ഒരു മ്യൂസിയം കൊണ്ടു നടക്കുന്നത്, അതായത് നെൽകൃഷിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുള്ള പ്രസിദ്ധ് കുമാർ. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ റൈസ് മ്യൂസിയത്തിന്റെ ഒരു പൂർണ്ണ രൂപം. ഇത് കംപ്ലീറ്റ് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ തറവാടുകളിൽ ഈ അറയും നിരയൊക്കെ നിർമ്മിച്ചിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് ഈ റൈസ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ. അതുകൊണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഒരുപാട് നെൽ വിത്തുകൾ, നമ്മൾ പറഞ്ഞല്ലോ 360 പരം നെൽ വിത്തുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ബൊട്ടാണി ഓഫ് പാടി ഇതാ. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, പല രീതിയിൽ അദ്ദേഹം നടത്തിയ പാടി ആർട്ട്, അതിൻ്റെയൊക്കെ ഒരു ഫ്ലെക്സ് ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ രീതികൾ. ഒന്ന് ഓടിച്ച് കണ്ടതാണ്. ഇനിയിപ്പോൾ ഇതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നെൽവിത്തുകളാണ്. ഇത് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 360 പരം നെൽവിത്തുകളാണ്. അത് നമുക്ക് ഓടിച്ച് കാണിക്കാനേ പറ്റുള്ളൂ. ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാടാവും. ഇതാ നമ്മുടെ പാടി ആർട്ടിൻ്റെ പല രീതിയിലുള്ള പിക്ചറുകൾ കാണാം. ഇതുണ്ടോ, പല രീതിയിലുള്ള നെൽവിത്തുകൾ, നെൽകൃഷികൾ. ഇതാ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നെ ഇതാ നെൽ ചെടിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്തു ഉണ്ട്, അതുപോലെ ആനയുണ്ട്, മക്ക മദീനയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീസസും പല കാര്യങ്ങളാണ് ഇതാ പാടിയാട്ടിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല കൃഷി രീതികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുന്ന പിക്ചറുകൾ, അതെല്ലാം നമുക്ക് ഈ ഒരു മ്യൂസിയം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മ്യൂസിയത്തിൻ്റെ പല വെറൈറ്റികൾ കാണാം, കൃഷി ചെയ്തതിൻ്റെ പല വെറൈറ്റികൾ കാണാം. ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ രാഷ്ട്രപതിയിൽ നിന്നും കേന്ദ്ര അവാർഡ്, അതായത് പ്ലാന്റ് ജീനിയസ് സേവിയർ അവാർഡ് ഏറ്റുവാങ്ങുന്ന ആ ഒരു പിക്ചർ നമുക്ക് കാണാം. ഒരുപാട് പുരസ്കാരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുട്ടികളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു റൈസ് മ്യൂസിയം എന്നുള്ളത്. പ്രസിഡന്റ് നമസ്കാരം. നമ്മൾ കുറെ ആയി കണ്ടിട്ടില്ലേ? ഭയങ്കര തിരക്കിലാണ്. രാഷ്ട്രപതിയുടെ അടുത്തൊക്കെ അല്ല കളി, അങ്ങ് തലസ്ഥാനത്താണല്ലോ കളി. അങ്ങനെയൊന്നുമില്ല, നീയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത ഒരാൾ നിങ്ങളാ. അതെ, അത് നിങ്ങൾക്ക് മറന്നുപോയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെ മറക്കാൻ പറ്റില്ല. നമ്മുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ പ്രസിദ്ധീകരണ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ചാനൽ വളർന്നു വന്നത്. അന്ന് ഒരുപാട് പാടിയാട്ടൊക്കെ നമ്മൾ ചെയ്തു. അതെ, പിന്നെ അതേമാതിരി നെല്ലിന്റെ ചെയ്തു, വിത്തുകൾ ചെയ്തു, ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രപതിയുടെ പ്ലാന്റ് ജീനോസേവ അവാർഡിലെ ആ സമയം വരെ നമ്മൾ ഏകദേശം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു മ്യൂസിയം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു മ്യൂസിയം ചെയ്യാനുണ്ടായ ഒരു? അല്ല, മ്യൂസിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തില് റൈസ് മ്യൂസിയം ഇല്ല. റൈസ് മ്യൂസിയം ആയിട്ടില്ല. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ജീനോസേവർ അവാർഡ് കിട്ടിയപ്പോൾ RGCB ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവരോട് വന്ന് നോക്കുമ്പോൾ ഈ നെൽവിത്തിലൊക്കെ ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരാണ് നമ്മൾ അവരോട് കൂടി ആലോചിച്ചപ്പോഴാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനും ഈ അരികളെ കുറിച്ചും നെല്ലിനെ കുറിച്ചും പഠനം നടത്തുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ RGCBയുടെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. ഡൽഹിയാണ് ഓഫീസ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അല്ലേ? ഓ, അപ്പൊ അതിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ സപ്പോർട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് ആണല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ എത്ര ഇനം നെൽവിത്തുകൾ? 350 ഇനം പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. മൊത്തം 500 ഇനം ഇവിടെ ഉണ്ട്. 350 എണ്ണാണ് വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയത്. അപ്പൊ ഇനി കുറച്ചും കൂടി വലിപ്പം കൂട്ടിത്തരാന്നുള്ള അഭിപ്രായം അവർ പറയുന്നുണ്ട്. കുറച്ച് സൗകര്യങ്ങൾ വർദ്ധിച്ചു ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള നെൽവിത്തുകളാണ് നമുക്ക് ഇവിടെ അധികം ഉള്ളത്? നെൽവിത്തുകൾ 350 തരം നെൽവിത്തുകൾ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ
നമ്മൾ 100 സൈസാണ് ഒരു കൊല്ലത്തിൽ നമ്മൾ കൃഷി ചെയ്യാം, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പാടിയാട്ടം ചെയ്യും. അപ്പൊ ഈ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ 100 തരം നെൽവിത്തുകളിൽ ഒരു 10 വെറൈറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. 10 കൂടുതൽ കൊടുക്കില്ല, 10 മിനിമം കൊടുക്കുക. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ 50 തരം 100 തരം ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആളുകൾ ചോദിച്ചു വരുന്ന നെല്ലുകളെല്ലാം ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നവര വരും, രക്തശാലി വരും, ബ്ലാക്ക് വരും, അടുക്കം വരും, തുണ്ടി വരും, പിന്നെ അതേമാതിരി കറുത്തെന്ന് പറഞ്ഞ നെൽവിത്തിന് ചോദിച്ചു വരുന്നുണ്ട്. ഇവരൊക്കെയാണ് പ്രധാനം. കർക്കിടക കഞ്ഞി അതിനുള്ള ഉണ്ട്. ഇപ്പൊ കർക്കിടക്കഞ്ഞി സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ നവര മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നവരയ്ക്ക് പകരം നമ്മൾ അതിന് 3 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സിൽവർ റൈസ് എന്നാണ് ഫസ്റ്റ് പറയാ. അത് 300 രൂപയാണ് കിലോ വില വരിക. അത് 6 തരം അരികളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഗോൾഡൻ റൈസ് ആണ്, അതിൽ 8 തരം അരികൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്ലാറ്റിനം റൈസ് ആണ്. അതൊരു ക്ലാസ് ആയ എക്സിക്യൂട്ടീവ് ആൾക്കാർക്കാണ് അത് കൂടുതൽ പോകുന്നത്. അത് കിലോ 1000 രൂപയാണ് അതിന് വില വരുന്നത്. പക്ഷേ നോർമലി നമ്മളൊരു 300 രൂപ അരി വാങ്ങിയാൽ മതി ഒരു ഫാമിലി. പിന്നെ നമ്മൾ വേറെ ഉണ്ട്, ഇതിപ്പം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം, മലപ്പുറം, കണ്ണൂര്, തിരുവനന്തപുരം, ഇങ്ങനെ മെയിൻ സിറ്റികളിൽ നിന്ന്. ഇപ്പൊ ബോംബെ നടക്കം വരുന്നുണ്ട് നമുക്ക് ഓർഡറുകൾ. മലയാളി ചില സ്ഥലത്തൊക്കെ ഓർഡർ വരുന്നുണ്ട്. മ്യൂസിയം കാണാനായിട്ട് ഒരുപാട് ആളുകൾ സന്ദർശകർ എത്താറുണ്ടോ? ഉണ്ട്. അപ്പൊ അവരുടെ ടൈം എങ്ങനെയാ? അങ്ങനെ ഇവിടെ രാവിലെ ഒരു 9 മണിക്ക് വരും, ഒരു 5 മണിന്റെ ഉള്ളിൽ ഒരു ആൾക്കാരെ കണ്ടുപോകും. പിന്നെ ഇന്ന് വിചാരിച്ച പ്രശ്നം രാത്രി ഇപ്പൊ ഒരാൾ വന്നാൽ നമ്മൾ തുറന്നു കൊടുക്കും. നമ്മളിതിന് ഫീസ് എന്തെങ്കിലും? ഫീസ് ചിലവര് തരലുണ്ട്, പക്ഷെ അങ്ങനെ ഫീസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവര് വേറെ കാര്യം, അവര് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഇപ്പൊ സാധാരണ അരിയുണ്ട്, മഞ്ഞളുണ്ട്, കുരുമുളക്, കാപ്പി, ഏലം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരാ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പൊ പ്രത്യേകിച്ചിട്ട് ഈ മ്യൂസിയത്തിലേക്ക് ഒരു ഫണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ന് വിചാരിച്ച് വാങ്ങാത്തവരെന്തെങ്കിലും തന്നിട്ട് പോകും. ഇപ്പൊ പൊങ്ങന്നൂർ 2 ബസ് കുട്ടികളുണ്ട്, വെച്ചൂരുണ്ട്, പൊങ്ങന്നൂരുണ്ട്, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന 2 കുട്ടികളുണ്ട്. അപ്പൊ പക്ഷേ ഇവർക്ക് കെട്ടിയിടാൻ പറ്റില്ല. ഇവിടെ ഈ മുനിസിപ്പാലിറ്റിന്റെ അടുത്ത നമ്മളെ മാർക്കറ്റ് അടുത്താണ് നമ്മൾ വീട്. അപ്പൊ എപ്പോഴും ഒരു 10-40 നായ്ക്കളുണ്ടാവും. അപ്പൊ കെട്ടിയിട്ട് നീറ്റിലേക്ക് അടിച്ചിട്ട് ആകെ ഇടങ്ങാറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വലിയൊരു 1-2 പശുവിനെ കെട്ടിയിട്ടിട്ട് ബാക്കിയുള്ളതിനൊക്കെ കൂടെ അയച്ചോളും. അപ്പൊ ഈ നായ്ക്കളെ ശരിയും വരുമ്പോൾ കൂടി രക്ഷപ്പെട്ടോളും. പിന്നെ ഇതിനെ കാണാൻ വേണ്ടി ഒരുപാട് ആരാധകരുണ്ട്. സ്റ്റുഡൻസ് ഇങ്ങോട്ട് റിസർച്ചിനൊക്കെ ആയിട്ട് വരാറുണ്ട്? വരുന്നുണ്ട്. റിസർച്ച് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 24 കുട്ടികൾ PhDക്ക് എടുക്കാനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് എവിടെയുള്ളതാ? അല്ല, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന്. അപ്പൊ അവർക്കുള്ള നെൽവിത്തുകൾ കുട്ടികൾ വരുന്നുണ്ട്. കാരണം അവർക്ക് ഈ നെൽവിത്തുകൾ കളക്ട് ചെയ്യുന്ന ഒരു വേദി ഇവിടെ ഉള്ളൂ. അവർക്ക് പിന്നെ ഇല്ല, റിസർച്ചിന് കൊടുക്കേണ്ട വിത്തുകൾ ആവശ്യം കൊണ്ട് വരും. അതിന് പുറമെ ഇന്ത്യയിലുള്ള കാശി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരും. മ്യൂസിയം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് മരം കൊണ്ടാണല്ലോ? ഇത് മരമാണ്, ഫുൾ മരം. അപ്പൊ ഈ മരം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മളെ വിത്തിന്റെ കാലാവധി ഒരു വർഷമാണ് വരിക നെൽവിത്തിന്റെ. അതൊരു 1.5 വർഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പൊ ഒരു ടെമ്പറേച്ചർ അതിന്റെ ഒരു പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടൂല. കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് അല്ലാതെ വേറെ പിന്നെ നമ്മൾ കേരളത്തിന് ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരള സർക്കാരിന്റെ അവാർഡുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. 10-11 വർഷങ്ങളായി നമ്മൾ 10-15 വർഷത്തിന് മുകളിലെ അപേക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തോ അതിന്റെ അതോറിറ്റീസ് ഒന്നും നമ്മളെപ്പോഴും പരിഗണിക്കല്ല. നമ്മൾ ജില്ലയിൽ നിന്ന് പോലും തെരഞ്ഞെടുക്കപ്പെടാറില്ല. പക്ഷെ നാഷണൽ അവാർഡ് ഉണ്ട്. അല്ല, അത് ഇവിടെ വരുന്നവരെല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളിപ്പോ കേരള സ്റ്റേറ്റിന്റെ അവാർഡ് എന്തൊക്കെയാ അവിടെ ഉള്ളതെന്ന്. അപ്പൊ കേരള സ്റ്റേറ്റിന്റെ അവാർഡുകൾ നമുക്കിപ്പോ കേരള ഗവൺമെന്റ് ഒന്നും പറയാനില്ല. ഇപ്പൊ എല്ലാ കൊല്ലം അപേക്ഷ നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും അവാർഡുകൾ. പക്ഷെ നമുക്കൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ടേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപേക്ഷ കൊടുത്തിട്ടേ ഈ സുൽത്താൻ ബത്തേരി താലൂക്കിൽ പോലും നല്ലൊരു കർഷകനായിരുന്നില്ല. ഒറിജിനൽ വയനാട് മഞ്ഞൾ, വയനാട്ടിൽ ഞങ്ങൾ കൃഷി ചെയ്തിട്ട് നമ്മൾ ഉണക്കി എടുത്ത് വെക്കുന്ന മഞ്ഞളാണിത്. ഇത് കണ്ടതാണ് എന്റെ ഉണങ്ങിയ മഞ്ഞള്. ഇത് കണ്ടത് ഉണങ്ങിയ മഞ്ഞള്. ഇത് ഉണങ്ങിയ മഞ്ഞപ്പൊടി. ഇതിപ്പോ ഞങ്ങൾക്ക് കിലോ 300 രൂപയാണ് ഇതിന്റെ വില. ഇതിനൊരു റെഡിഷ് മഞ്ഞല്ല, റെഡിഷ് വരും. വയനാട് മഞ്ഞളിന്റെ പ്രത്യേകത കൂടുതലുണ്ട്. പ്രധാനപ്പെട്ട സാധനം കസ്തൂരി മഞ്ഞള്. അത് ഈ വെള്ള കളറാ വരിക. അപ്പൊ ആര് വന്നാലും എത്ര വേണം കൊടുക്കാം. 2000 കിലോ കസ്തൂരി മഞ്ഞൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ കസ്തൂരി മഞ്ഞൾ പൊടിച്ചു കൊടുക്കും. ഇതേമാതിരി ഈ കളറാ വരിക. ഇതുണ്ടോ കസ്തൂരി മഞ്ഞൾ ആർക്കാ വേണ്ടത് വെച്ചാൽ എത്ര അളവിൽ വേണമെങ്കിൽ പൊടിച്ചത് അയച്ചു. സൗന്ദര്യവർദ്ധക സാധനങ്ങളാണ്. ഇത് നമ്മൾ എത്ര വേണം അയച്ചു കൊടുക്കാം. വയനാടൻ കൊടംപുളി, മീൻകറിക്ക് ആവശ്യമായ നമ്മളെ കുത്തരിയൊക്കെ കഴിക്കുന്നവർക്ക് ഒറിജിനൽ കൊടംപുളി. ഇത് 240 രൂപയാണ് ഇപ്പത്തെ കിലോ വില. ഇപ്പൊ നമ്മൾ ഇതിന്റെ സീസൺ സമയമാണ്. 240 രൂപ വിലക്ക് നമ്മള് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ബേസിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. വയനാടൻ മമ്പയറാണിത്. വെള്ളയുണ്ട്, കറുപ്പുണ്ട്. ഇത് വെള്ളയുണ്ട്, കറുപ്പുണ്ട്. വയനാട്ടിൽ ഇപ്പം ഈ നമ്മളെ ഈ കൊയ്ത്തിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളാണ്. കറുപ്പുണ്ട്, വെള്ളയുണ്ട് കേട്ടോ. പിന്നെ ഗന്ധകശാല അരി. ഇതാണ് നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഒറിജിനൽ സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിത് പൊട്ടിച്ചേ ഉള്ളൂ, തുറന്നേ ഉള്ളൂ. അപ്പൊ തന്നെ സ്മെല്ല്.
ഇത് 250 രൂപ. 250 രൂപ. ഇത് ഒറിജിനൽ വയനാടൻ കുരുമുളക്. ഇത് നമ്മള് കൊടുക്കുന്നത് കിലോ 900 രൂപയാണ്. ഇനി ആർക്കെങ്കിലും ഇത് പൊടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ 950 രൂപയ്ക്ക് കുരുമുളക് പൊടി പൊടിച്ചു കൊടുക്കാം. കുരുമുളക് പൊടിച്ചു കൊടുക്കണമെങ്കിൽ പൈസ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇഞ്ചി ഉണ്ട്, ചുക്കുണ്ട്, പിന്നെ മാങ്ങഞ്ചി ഉണ്ട്. എന്താണോ വേണ്ടത് ഒരു കാർഷിക ഉൽപ്പന്നം കാച്ചിലടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. മത്തച്ചേട്ടൻ മൂപ്പരാണ് നമ്മളെ സഹായം. മൂപ്പരാണ് ഓളന്റെ ഓള്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. പിന്നെ കർഷക സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും അയക്കാനും കൊണ്ടേ കൊടുക്കാനും പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനും എല്ലാം മൂപ്പര് തന്നെയാണ്. അപ്പൊ മൂപ്പരാണ് നമ്മളെ മെയിൻ സപ്പോർട്ടർ. എല്ലാ കാര്യങ്ങളും മൂപ്പര് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ അതേമാതിരി വിജയൻ എന്ന് പറഞ്ഞ ആളുണ്ട്. വിജയൻ അപ്പൊ ഒരുപാട് സഹായികളുണ്ട്. ഇതേമാതിരി ബോക്സ് ആക്കിയിട്ട് ഇന്ത്യൻ പോസ്റ്റ് മുഖാന്തരമാണ് ഓൾ ഇന്ത്യ ബേസിൽ അയച്ചു കൊടുക്കുന്നത്. ഓൾ ഇന്ത്യ ബേസിൽ എന്ന് പറഞ്ഞാൽ 1 കിലോ 52 രൂപയാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസ് നമ്മൾ സപ്പോർട്ടിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് റേറ്റ് കുറച്ച് സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒറിജിനൽ സാധനം വയനാടിന്റെ എല്ലാ സാധനങ്ങളും ഗ്രാമ്പു, പട്ട, പിന്നെ ഏലം എന്താണോ വേണ്ടത് എല്ലാ സ്പൈസാനും ഇവിടെ അയച്ചു കൊടുക്കുന്നുണ്ട്. വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിൽ അല്ലെങ്കിൽ വയനാട്ടിലുള്ളവർ തന്നെയാണെങ്കിലും ഈ മ്യൂസിയം കാണാത്തവരാണെങ്കിൽ ഇനി ബത്തേരിക്ക് വരുമ്പോൾ ഈ മ്യൂസിയം ഒന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ബത്തേരിയിൽ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു റൈസ് മ്യൂസിയം ഉള്ളത്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.